നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഫെബ്രുവരി മാസം 20 തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200 ആണ്ട് കുംഭമാസം 8 തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം 1 തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:44, അസ്തമയ സമയം വൈകുന്നേരം 6:29. ഉദയാൽപരം തിഥി സപ്തമി തിഥിയാണ്. സപ്തമി തിഥി വ്യാഴാഴ്ച രാവിലെ 9:57 വരെ ഉണ്ടായിരിക്കും. പിന്നീട് അഷ്ടമി തിഥിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:32 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ ഒരു പാദം അത് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. വിശാഖം മുക്കാൽ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രവുമാണ്. അപ്പോൾ വിശാഖം കാലിൻ്റെ സമയം എന്ന് പറയുന്നത് വ്യാഴാഴ്ച രാവിലെ 7:32 മുതൽ ഉച്ചയ്ക്ക് ശേഷം 1:32 വരെയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വിശാഖം കാലിനും അനിഴം നക്ഷത്രത്തിനുമൊക്കെ നീചഭംഗ രാജയോഗത്തിൻ്റെ അഥവാ ചക്രവർത്തി രാജയോഗത്തിൻ്റെതായ നേട്ടങ്ങൾ പൂർണ്ണമായിട്ടും വന്നു ചേരില്ല. കാരണം ചന്ദ്രൻ പൂർണ്ണ ബലവാനായിരുന്നുവെങ്കിൽ ചക്രവർത്തി രാജയോഗത്തിൻ്റെ അഥവാ നീചഭംഗ രാജയോഗത്തിൻ്റെതായ നേട്ടങ്ങളും കേസരി രാജയോഗത്തിൻ്റെതായ നേട്ടങ്ങളും ഈ ജാതകരിൽ ഏതൊക്കെ നാളുകാർക്കാണ് വിശാഖം കാൽ അനിഴം കേട്ട നാളുകാരിൽ വന്നു ചേർന്നതിനെയും. പക്ഷെങ്കിൽ ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ലാത്തതുകൊണ്ട് ഒരു പരിധി വരെ മാത്രമേ ഈ നേട്ടങ്ങൾ വന്നു ചേരുകയുള്ളൂ. ചക്രവർത്തി രാജയോഗത്തിൻ്റെയും കേസരി രാജയോഗത്തിൻ്റേതുമായിട്ടുള്ള ഫലങ്ങൾ ഒരു പരിധി വരെ ഒരു 50-60% വരെയൊക്കെ വന്നു ചേരുകയുള്ളൂ എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി വ്യാഴാഴ്ച ദിവസം വിശാഖ നക്ഷത്രം ഉച്ച കഴിഞ്ഞ് 1:32 വരെ ഉണ്ട്. അപ്പോൾ ഈ സമയം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ചതയം, പൂരുട്ടാതി, അത്തം, പൂരം, പുണർതം, പൂയം, ചോതി ഇത്രയും നാളുകാർക്ക് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 1:32 വരെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 1:32 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഉത്രം, ചിത്തിര, മകം എന്നീ 3 നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരും. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉച്ച കഴിഞ്ഞ് 1:32 മുതലാണ് അനിഴ നക്ഷത്രം ആരംഭിക്കുക. അപ്പോൾ അനിഴ നക്ഷത്ര പ്രകാരമുള്ള അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ചിത്തിര, ഉത്രം, പൂയം, വിശാഖം, ആയില്യം, പൂരുട്ടാതി, ഉത്രട്ടാതി ഇത്രയും നാളുകാർക്ക് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 1:32 മുതൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3:55 വരെയും അനിഴം നക്ഷത്രമുണ്ട്. ആ സമയം വരെയും ഈ നാളുകാർക്കൊക്കെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 1:32 മുതൽ അനിഴ നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ അശ്വതി, ഭരണി, മകം, അത്തം, ചോതി എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരും. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3:55 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ തുടരും എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ഈ അധ്യായത്തിൽ പറയുന്നത് വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞു തരാം. വ്യാഴാഴ്ച ദിവസം രാവിലെ 6:44 മുതൽ 9:44 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:14 മുതൽ ഉച്ച കഴിഞ്ഞ് 2:14 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ ശുഭസമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾ ചെയ്തെടുക്കുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 20 ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 2 വരും. ഏതൊരു 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ വേണ്ടി പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനിയും ഈ അധ്യായത്തിൽ അവസാനമായിട്ട് പറഞ്ഞു നിർത്തുന്ന കാര്യം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ്. വ്യാഴാഴ്ച ദിവസം 2 നക്ഷത്രമാണ് ഉള്ളത്. അതായത് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 1:32 വരെ വിശാഖ നക്ഷത്രമാണ്. അപ്പോൾ വിശാഖ നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുന്ന ആളുകാരെ കുറിച്ച് ആദ്യം പറഞ്ഞു തരാം. ചോതി, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർതം, മകം, അത്തം, വിശാഖം ഈ നാളുകാർക്ക് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 1:32 വരെ വിശാഖ നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്.
വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:32 മുതൽ അനിഴ നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ചിത്തിര, പൂരം, പൂയം, മകയിരം, ഭരണി, ഉത്രട്ടാതി, അവിട്ടം, പൂരാടം, വിശാഖം. ഇത്രയും നാളുകാർക്ക് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:32 മുതൽ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:55 വരെയുള്ള സമയത്ത് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ നാളുകാർക്കെല്ലാം ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുകൂലമായ സമയമാണ്, നക്ഷത്രമാണ്. ഈ സമയത്തൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ ഉണ്ടാകും. അനിഴ നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:32 മുതലാണ്. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:55 വരെയുണ്ട്. അപ്പോൾ അനിഴ നക്ഷത്രപ്രകാരം ധനം വന്നു ചേരാവുന്ന നാളുകാർ അവർ ആ കാര്യങ്ങളിൽ ഇടപെടുക, ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. വിശാഖം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം എന്നീ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ധനം കൈകാര്യം ചെയ്യാൻ അനുകൂലമായ നാളുകാരെക്കുറിച്ചാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.